ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, ദ ബ്രെഡ് ഓഫ് ലൈഫ്, ജീവമന്നയാണ്. ഗിവ് us ദിസ് ഡേ ആ ഡെയിലി ബ്രെഡ് എന്നല്ലേ, അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. നിങ്ങൾക്ക് ലഭിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ലഭിക്കുന്ന എന്നതാണ്? ജീവാഹാരമാണ്, നിങ്ങളുടെ ആത്മാവിന് വേണ്ടി ആഹാരമാണ്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഇത് കേട്ട് ആത്മാവിനെ പുഷ്ടിപ്പെടുത്തണം. അത് കഴിഞ്ഞ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവേ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അങ്ങില്ലാതെ അങ്ങ് എനിക്ക് വേണം, ഐ സറണ്ടർ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വചനം കേട്ട് ഒരു പാട്ടൊക്കെ കേട്ട് സന്തോഷത്തോടെ ദിവസം തുടങ്ങിയാൽ എന്ത് ഇതാണ്. അത് ഒരു 10 പേർക്ക് അയച്ചു കൊടുത്താൽ അത്രയും നല്ല മിനിസ്ട്രിയാണ് നിങ്ങൾ ചെയ്യുന്നത്. മറ്റുള്ളവരെ നിങ്ങൾ അനുഗ്രഹിക്കുകയാണ്. രാവിലെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടി ആഹാരം കഴിക്കണം. പക്ഷേ കർത്താവ് അതാ പറയുന്നത്, നിങ്ങളൊന്നും വറി ചെയ്ത് നാളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഇന്ന് ആവശ്യമുള്ളത് ചോദിക്കുക. ഇന്ന് ആവശ്യമുള്ളത് സ്വർഗീയപിതാവിന് ഓൾറെഡി ഹി നോസ്, അറിയാം. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അറിയാവുന്നുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു പഠിപ്പിച്ച അതാണ്. നിങ്ങളുടെ സ്വർഗീയപിതാവിന് എല്ലാം അറിയാം, നിങ്ങളുടെ വിചാരങ്ങൾ പോലും അറിയാം. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ദൈവം മുന്നമേ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു വാക്കിൽ വേണമെങ്കിൽ ചോദിക്കാം, അല്ലേ? ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ രാജ്യം നീതി അന്വേഷിച്ചോടെ എനിക്കെല്ലാം ലഭിച്ചു. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാറില്ല. എനിക്കെല്ലാം ദൈവം തന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ദൈവമേ നിങ്ങൾക്കെല്ലാം വേണ്ടി. എത്ര പേര് രക്ഷയിലില്ല, അവർക്ക് വേണ്ടിയിട്ട്. ഇന്ത്യയിലുള്ള നശിച്ചു പോകുന്ന നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ലോകത്തിലുള്ള യുദ്ധവും അതുപോലെയുള്ള സമാധാനമില്ലായ്മയും അതിനൊക്കെ വേണ്ടി, all against all the prime minister and ministers and presidents and such people, എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ്. എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലേ. സ്കൂൾ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി, പോലീസ് വേണ്ടി പ്രാർത്ഥിക്കണം, ഫാർമേഴ്സ് നമുക്ക് വേണ്ടി ഭക്ഷണം നമ്മുടെ ടേബിളിൽ വരുന്ന ആരാണ്? ആ ഫാർമേഴ്സ്, കൃഷി ചെയ്യുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല ക്രോപ്പിന് വേണ്ടി, നല്ല മഴയ്ക്ക് വേണ്ടി, ഒത്തിരി കലാമിറ്റിയൊക്കെ വരാതെ, ഉരുളുപൊട്ടലും അതായത് അങ്ങനെയൊക്കെയുള്ള എർത്ത് ക്വേക്സ് ഒന്നും വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ദേശത്തിന് വേണ്ടി ഹീലിംഗ് ഓഫ് ദ ലാൻഡ് പ്രാർത്ഥിക്കണം. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം നമ്മൾ. അതുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ദൈവത്തോട് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇരട്ടി അനുഗ്രഹം വരുമെന്ന് ബൈബിളിലുണ്ട്. ജോബ് പ്രേഡ് ഫോർ ഹിസ് ഫ്രണ്ട്സ്. യോബ് എന്ന ഭക്തൻ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യോബിൻ്റെ സ്ഥിതി മാറ്റി ഇരട്ടിയായി അനുഗ്രഹം കൊടുത്തു. 42-ാം അധ്യായത്തിൽ അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, സ്വന്തമല്ല, സെൽഫിഷ് പ്രെയർ ഉണ്ടാകരുത്. എനിക്കത് വേണമേ, എനിക്കിത് വേണമെന്ന് പറഞ്ഞ് രാവിലെ ഒരു ഷോപ്പിംഗ് ലിസ്റ്റുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോകരുത്. എന്താ ഞാൻ പറഞ്ഞേ? നമ്മൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗ്ഗസ്നേഹപിതാവേ അങ്ങയുടെ നാം വിസ്തീരിക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ, നീതി സമാധാനം സന്തോഷം ഞങ്ങളുടെ ദേശത്ത് വരണം, ലോകമെമ്പാടും നീതി സന്തോഷം സമാധാനം ഉണ്ടാകണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഗിവ് us this day, അത് കഴിഞ്ഞാണ് നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കാൻ പറഞ്ഞത്. അപ്പം നമ്മൾ കണ്ടല്ലോ, 2 എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഒന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങൾ മട്ടൻ തിന്നണോ, ചിക്കൻ തിന്നണോ, നോൺ വെജ് ആണോ, തംസപ്പാണോ, കൂൾ ഡ്രിങ്ക്സ് ആണോ, ഹോട്ട് ഡ്രിങ്ക്സ് ആണോ, ഫ്രിഡ്ജിൽ എന്നൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞ് വറി ചെയ്യുന്നു നമ്മൾ ആദ്യം കണ്ടു. ഇന്നലെ നമ്മൾ കണ്ടു, മാർത്ത നീ എന്തിനെ പറ്റി അധികം വിചാരപ്പെടുന്നുണ്ടല്ലോ. യു ആർ ഫ്രസ്ട്രേറ്റഡ്, യു ആർ വറീഡ് അബൌട്ട് ഓൾ ദ കുക്കിംഗ്, ബട്ട് മേരി ഹാസ് ചോസൺ ദ ബെസ്റ്റ്. മേരിയാണ് ഉത്തമമായത്, ശ്രേഷ്ഠമായത് തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്നുകൊണ്ട് വചനം കേട്ടത് എന്ന് നമ്മൾ കേട്ടു. ഇന്ന് നമ്മൾ ഈ പൗലോസ്ലിയ പറയുന്നുണ്ട്. പൗലോസ്ലിയ ഡെമോസ്കോസിൽ വെച്ച് സഭയെ പീഡിപ്പിച്ചാണ്. ശൗലെന്ന് പറഞ്ഞ സഭയെല്ലാം, ക്രിസ്ത്യാനികളെയെല്ലാം കൊന്നൊടുക്കി ജയിലിലൊക്കെ ഇട്ട് കൊന്ന ആളാണ്. ആ യേശു ഡമാസ്കോസ് റോഡിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട്, പൗലോസ്ലിയായി പ്രത്യക്ഷപ്പെട്ട്, ശൗൽ എന്നുള്ള പേര് പൗലോസാക്കി. എന്നിട്ട് പൗലോസ് എത്ര നല്ല ലേഖനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പൗലോസിൻ്റെ എല്ലാ ജീവിതം മാറ്റിമറിച്ച് ഒരു പുതിയ സൃഷ്ടിയായി. ആ പണ്ടത്തെ ആ സ്വഭാവം, ആ ദുഷ്ടതയെല്ലാം മാറ്റി എത്ര മാനസാന്തരമാണ് വന്നത്, എത്ര രൂപാന്തരമാണ് ദൈവം ജീവിതത്തിൽ മാറ്റിയത്, അത് നമ്മൾ കാണുന്നു. എന്നിട്ട് പറയുകയാണ്,
ടു മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറഞ്ഞു. ഞാൻ ഈ ലോകത്തിലെല്ലാം ചപ്പും ചവറും എന്നാണ് എണ്ണുന്നതെന്ന് പറഞ്ഞു. എനിക്ക് ക്രിസ്തുവിനെ മതി, എനിക്ക് ക്രിസ്തുവിനെ കണ്ടാൽ മതി. കർത്താവിൻ്റെ സംഹൗ ഐ ഹാവ് ടു റീച്ച് ദ റെസറക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെ മരിച്ചുവെന്ന് എന്നെ ഉയർത്ത് കർത്താവിൻ്റെ കൂടെ സന്നദ്ധിയിൽ സ്വർഗത്തിൽ വസിച്ചാൽ മതി. ഇങ്ങനെയൊക്കെയാണ് പൗലോസ്ലിയ പറഞ്ഞത്. അത് കഴിഞ്ഞ് എത്രമാത്രം കർത്താവിന് വേണ്ടി സഹിച്ചു, എത്ര അടികളേറ്റു, അവരെ ജയിലിലാക്കി. അവിടെ എന്നുകൊണ്ട് എഴുതുന്നത് റിജോയ്സ് ഇൻ ദ ലോഡ് അഗെയിൻ ഐ സേ റിജോയ്സ് എന്ന് ഫിലിപ്പിയ ലേഖനം 4:4 അത് എഴുതിയത് ജയിലിലിറക്കി ഇരുന്നുകൊണ്ടാണ്. എല്ലാം ശരീരം എല്ലാം വേദനിക്കുകയാണ്. സി ദ വാസ് ഓൾ സ്കാർസ് ആൻഡ് പെയിൻസ് ആൻഡ് ബ്ലീഡിങ്. എന്നിട്ട് പോലും എഴുതിയതാണ് നിങ്ങൾ റിജോയ്സ് ഇൻ ദ ലോഡ് എന്ന്. കർത്താവിന് വേണ്ടി സഹിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരെല്ലാം അപ്പോസ്റ്റലന്മാരെല്ലാം മാർട്ടേഴ്സായി മരിച്ചെന്നാണ് പറഞ്ഞത്. അവർ രക്തസാക്ഷികളായിട്ട്. ആ പൗലോസ്ലിയ പറയുന്നത് എന്താ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. നമുക്ക് പറയാൻ സാധിക്കുമോ? ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്താൽ അങ്ങനെ പറയാൻ സാധിക്കും. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. ഞാൻ മരിച്ച കർത്താവിനെ കാണാമല്ലോ മുഖാമുഖം, അതുകൊണ്ട് ലാഭമാണെന്നാണ് പറഞ്ഞത് നമ്മൾ മരിച്ച സ്വർഗത്തിൽ പോയാൽ. അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ വിചാരപ്പെടരുത്, കാസ്റ്റ് ഓൾ യുവർ കേസ് അപ്പോൺ ഹിം. പത്രോസ് എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 5:7 നിൻ്റെ സമസ്ത ചിന്താകുലവും, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വറീസും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് രാവിലെ അങ്ങ് കൊടുത്തു നോക്കിക്കേ. കർത്താവേ, ഇതാണ് എൻ്റെ പ്രശ്നങ്ങൾ, ഇതാണ് എൻ്റെ ദുഃഖങ്ങൾ, ഇതാണ് എൻ്റെ രോഗം, അതെല്ലാം നിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ തരുന്നു എന്ന് പറയുക. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 11:28 യേശു പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായി എല്ലാവരും എൻ്റെ അടുക്കൽ വരിക, നിൻ്റെ ഭാരം എല്ലാം എൻ്റെ മേൽ വിട്ടുകൊള്ളുക എന്നാണ് പറയുന്നത്. ആമേൻ. ബിക്കോസ് ഹിസ് ബർഡൻ ഈസ് ലൈറ്റ്. അതുകൊണ്ട് നമ്മുടെ ഭാരമെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ ഒത്തിരി അങ്ങനെ ടെൻഷൻ എടുത്ത് നമ്മൾ അധ്വാനിച്ച് എന്നാ പറയുന്നത് വറീസ് അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? അതെല്ലാം സ്റ്റോർ ചെയ്ത് എന്തിനാണ്, എവിടെ കൊണ്ടുപോകാനാണ്? നമ്മൾ കർത്താവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിന് ഫലമുണ്ട്. ദർ ഈസ് റിവാർഡ്. ജീവകിരീടം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഭൂമിയിലുള്ളതെല്ലാം അന്വേഷിക്കരുതെന്ന് ദൈവവചനം പറയുന്നു. കൊളോസ്യ 3:2 ഭൂമിയിലുള്ളത് നിങ്ങൾ അന്വേഷിക്കേണ്ട, സ്വർഗത്തിലുള്ളതെന്ന് അന്വേഷിക്കുക. സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് ദാറ്റ് ആർ എബവ് എന്ന്. നമ്മുടെ മനസ്സ് സ്വർഗത്തിലായിരിക്കണമെന്ന്. അതായത് ഭൂമിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ അല്ലേ? നമ്മുടെ പൗരസ്ത്വ സ്വർഗത്തിലാണ്. നമ്മൾ ഭൂമിയിൽ ജീവിച്ചാലും നമ്മുടെ എല്ലാ മൈൻഡും എല്ലാ മനസ്സും ഹൃദയം എല്ലാം അവിടെയായിരിക്കണം. അവിടെയാണ് ചിന്ത. ഇവിടെ നമ്മൾ പാട്ടുമൊക്കെ പാടി നമ്മളെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഏൽപ്പിച്ച നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യണം, നന്നായിട്ട് ചെയ്യണം, എക്സലൻ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ കുക്കിംഗ് ചെയ്താൽ എക്സലൻ്റായിട്ട് സൂപ്പറായിട്ട് എല്ലാ പണിയും ചെയ്യുക. എന്നിട്ട് കർത്താവിന് വേണ്ടി മുൻസ്ഥാനം കൊടുക്കാം, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം, നല്ലത് ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ദുഃഖമുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കർത്താവിനെ ഏൽപ്പിച്ച്, ഇതാ എൻ്റെ യേശുവേ, ഞാൻ എല്ലാ ഭാരവും നിൻ്റെ മേൽ ചുമത്തുന്നു പറ. പിന്നെ തിരിച്ചെടുക്കരുത്, കർത്താവിനങ്ങ് കൊടുത്തേക്കുക. എന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നടന്നു നോക്കിക്കേ. അത്രയും വലിയ ജീവിതം, അത്രയും ഒരു സൂപ്പർ ലൈഫ് വേറെ ഒരിടത്തുമില്ല. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ദൈവത്തോടുകൂടി നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.